സംസ്ഥാനത്ത് BJP ഒന്ന് പച്ച പിടിച്ച് വരികയായിരുന്നു. ദാ വീണ്ടും തുടങ്ങി പടലപ്പിണക്കങ്ങൾ. സംഘടനാ സെക്രട്ടറി ആയിരുന്ന സുഭാഷ് സ്ഥാനമൊഴിഞ്ഞു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ അദ്ദേഹം എല്ലാ ജില്ലകളിലും കോർ കമ്മിറ്റി വിളിച്ച് യാത്ര പറയുകയാണ്. ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിടവാങ്ങൽ പ്രസംഗം എന്ന് പറയുമ്പോൾ ഞാനിതാ വിടവാങ്ങുകയാണ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി എന്ന് പറയുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം കെ സുരേന്ദ്രൻ ഉൾപ്പെടുന്ന നേതാക്കൾ, അതായത് ഗ്രൂപ്പ് കളിക്കുന്ന എല്ലാ നേതാക്കളെയും അടിമുടി പരിഹസിക്കുകയും അടിമുടി വിമർശിക്കുകയും ചെയ്തുകൊണ്ടാണ് പ്രസംഗം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും. അദ്ദേഹം പറയുന്നതിൻ്റെ കാതൽ ഇങ്ങനെയാണ്: ഗ്രൂപ്പ് കളിയല്ല ഈ പാർട്ടിക്ക് വേണ്ടത്. നിങ്ങൾ ഈ പ്രസ്ഥാനത്തിനകത്ത് നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ വേണം, അതിന് കാലുവാരണം, അതിനുവേണ്ടി നിങ്ങളുടെ അധ്വാനം മുഴുവൻ അല്ലെങ്കിൽ ശക്തി മുഴുവൻ വിനിയോഗിക്കണം എന്ന തരത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും എന്ന തരത്തിലാണ് പ്രസംഗിക്കുന്നത്. ഇത് ഉന്നം വയ്ക്കുന്നത് കെ സുരേന്ദ്രനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിന് പിന്നിൽ ശോഭാ സുരേന്ദ്രനാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു വിഭാഗക്കാർ സംശയിച്ചാൽ അതിനും തെറ്റില്ല. സുരേന്ദ്രന് ഈ സുഭാഷിൻ്റെ പ്രസംഗം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുമില്ല. സുരേന്ദ്രൻ്റെ ആളുകൾ പറയുന്നത് ഇങ്ങനെ ഒരു നടപടിക്രമം, ഇങ്ങനെ വിടവാങ്ങൽ പ്രസംഗമൊന്നും ഇതുവരെ BJPയിൽ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരാൾ അങ്ങ് പോവുകയാണെങ്കിൽ പോവുകയാണ് പതിവ്. ഇതെന്താണ് ജില്ലതോറും നടന്ന് എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി ഒരു കോർ കമ്മിറ്റി വിളിച്ചുകൂട്ടി ഇങ്ങനെ പഴി പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന പതിവ് ഇതാദ്യമായാണ് എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. സുഭാഷ് പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ MLA ആകാൻ ശ്രമിക്കുക, ചുരുങ്ങിയ പക്ഷം പഞ്ചായത്ത് അംഗമെങ്കിലും ആകാൻ ശ്രമിക്കണം. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുന്നു, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കാൻ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പോരടിക്കണം. അങ്ങനെ സീറ്റ് ലഭിച്ച് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്ന് വോട്ട് നേടി ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കണം. എങ്കിൽ മാത്രമേ പാർട്ടിക്ക് വിലയുണ്ടാവുകയുള്ളൂ, ഒരു നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ വേണ്ടി ഗ്രൂപ്പ് കളിച്ച് നടന്നാൽ പാർട്ടി തകർന്നു പോകും എന്നാണ് സുഭാഷ് നൽകുന്ന മുന്നറിയിപ്പ്. ഒരുപക്ഷെയെങ്കിൽ അത് ശരിയായിരിക്കാം. പക്ഷേ സുരേന്ദ്രൻ പറയുന്നത് അങ്ങനെയല്ല. ഇങ്ങനെ ഒന്നും ഈ സുഭാഷ് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ ഇവിടെ കുറച്ച് ആളുകളുണ്ട്. എന്തിനാണ് RSS നേതാവ് ഇവിടെ കയറി ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നത് എന്നാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത്. സംഘടന ഒരുവിധം പച്ച പിടിച്ച് വരികയല്ലേ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ, ഒരാളെ വിജയിപ്പിച്ചു, അതും ചരിത്രത്തിലാദ്യമായി ശ്രീ സുരേഷ് ഗോപിക്ക് വിജയം ലഭിച്ചു. എന്തിന്? പല മണ്ഡലങ്ങളിലും 2ാം സ്ഥാനത്തെത്തി. പല തിരുവനന്തപുരം പോലുള്ള നഗരസഭ കോർപ്പറേഷനുകളിൽ 2ാം സ്ഥാനത്തെത്തി. അടുത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേയെങ്കിൽ അവിടെ മേയർ പദവി വരെ ലഭിക്കാൻ ഇടയുണ്ട്. ഇങ്ങനെയൊക്കെ പാർട്ടി വളരുമ്പോൾ പാർട്ടിയെ തുരങ്കം വയ്ക്കുന്ന തരത്തിൽ സുഭാഷ് ഇങ്ങനെ പ്രസംഗിക്കണമോ എന്നാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത്. എന്നാൽ വേറൊരു വിഭാഗം ചോദിക്കുന്നത്, സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ട് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തുകൂടാ? അദ്ദേഹത്തിന് ഇത്രയധികം ജനപിന്തുണയുണ്ടല്ലോ, അദ്ദേഹത്തിന് ജനങ്ങളെ ഏകോപിപ്പിച്ച് നിർത്താനുള്ള ഇത്രയധികം മാസ് പവർ ഉണ്ടല്ലോ. അദ്ദേഹം പൊളിറ്റീഷ്യൻ മാത്രമല്ല, സിനിമ നടൻ കൂടിയാണ്. അദ്ദേഹം എവിടെ ചെന്നിറങ്ങിയാലും ആള് കൂടുന്നുണ്ട്. ആള് കൂടുന്നത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് വോട്ട് ലഭിച്ച് തൃശ്ശൂരിൽ ഇത്രയധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. അതുകൊണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ പാർട്ടിയുടെ നേതൃനിരയിൽ വന്നുകൂടാ എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട്. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ട് നേതൃനിരയിൽ വന്നുകൂടാ? അങ്ങനെ ചിന്തിക്കുന്നവരും BJPയിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ പടലപ്പിണക്കങ്ങൾ BJP ഒരുവിധം പച്ചപിടിച്ചു വന്നതാണ്. അവിടെയാണ് ഈ പടലപ്പിണക്കം വീണ്ടും തലവേദനയായി മാറുന്നത്. സുഭാഷ് പറയുന്നത്, ഈ പടലപ്പിണക്കങ്ങൾ നിങ്ങൾക്ക് പാർട്ടിയുടെ അധികാര സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ആകരുത്. നിങ്ങൾ MLAയോ MPയോ അല്ലെങ്കിൽ പഞ്ചായത്ത് അംഗമോ ആകാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തണം, ജനങ്ങളുമായി ബന്ധപ്പെടണം. ഒപ്പം എന്ത് ചെയ്യണം? സാമുദായിക നേതാക്കളുമായി അടുത്ത് ഇടപഴകണം, അവരുമായി സൗഹൃദം സ്ഥാപിക്കണം. വിവിധ മത നേതാക്കളുമായി മാത്രമല്ല, മതങ്ങളിൽപ്പെട്ട ആളുകളുമായും നിങ്ങൾ സൗഹൃദത്തിൽ ഏർപ്പെടണമെന്നൊക്കെ അദ്ദേഹം ഈ കോർ കമ്മിറ്റിയിൽ പോയി പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും സുരേന്ദ്രൻ അത്ര പിടിക്കുന്നില്ല. ഇനി സുഭാഷ് പറയുന്നത് ഈ 14 ജില്ലകളിലെയും കോർ കമ്മിറ്റി മാത്രമല്ല, JP നദ്ദയെ പോയി കാണും, ദേശീയ സംഘടനാ സെക്രട്ടറിയെ പോയി കണ്ട ശേഷം മാത്രമേ താൻ ഔദ്യോഗികമായി സ്ഥാനം ഒഴിയൂ എന്നാണ് സുഭാഷ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും
BJPയുടെ പോക്ക് വളർച്ച എങ്ങനെയാണെന്ന് നമുക്ക് കാലേ തന്നെ കണ്ടറിയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.